ഹായ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ആ ട്രിപ്പിലെ കാഴ്ചകളെല്ലാം നമുക്ക് ഒന്നിച്ച് കാണാമെന്ന് വിചാരിച്ചു. അപ്പം പോയേക്കാം. ഇപ്പം നമുക്ക് രാവിലെ ഇവിടെ 5:30 ഇപ്പം നല്ലൊരു ക്ലൈമറ്റാണ്. ഇനി 3 ദിവസം സണ്ണിയാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് 3 ദിവസത്തെ ട്രിപ്പാണുള്ളത്. 2 നൈറ്റ് സ്റ്റേ ഉണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ അടുത്ത ആൾക്കാരെ എടുത്തേച്ച് ഇതേ യാത്ര ചെയ്യുകയാണ്. വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോൾ അപ്പം തന്നെ പോസൊക്കെ തന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് അരമണിക്കൂറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹംഗ്രി ജാക്ഷനിൽ കയറി ഒരു ഹാഷ് ബ്രൗണൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണേ? ബ്രെഡുണ്ട്, പഴമുണ്ട്, ആപ്പിളുണ്ട്. നമ്മൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലാണ്. അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞങ്ങൾ ചോക്ലേറ്റ് ടേസ്റ്റിങ്ങിനുള്ള സ്റ്റിക്കർ എടുത്തു. അപ്പോൾ ഒരാൾക്ക് $4 ഉള്ളൂ. 11 മണിക്കാണ് കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തി. അപ്പോൾ അതെ, ലക്കിയാണ്. അപ്പോൾ ചോക്ലേറ്റ് ടേസ്റ്റിങ്ങിലേക്ക് പോകാം. $4 എല്ലാം കഴിക്കണം കേട്ടോ. അതെ അതെ, കറക്റ്റ് ടൈമിൽ എടുത്തു. Try first is our cocoa nibs. Now these here, can anyone? And this will give you the intake of. So they will be quite bitter. Yes. ശരിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വെജിറ്റബിൾ ടേസ്റ്റ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് കയ്പുണ്ടാവും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഡാർക്ക് ചോക്ലേറ്റ്. കൊള്ളാം. അബി, how is it? അപ്പോൾ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. അതൊരു ലൈറ്റ് ഹൗസ് ആണ്. നമുക്ക് ലൈറ്റ് ഹൗസിൽ കയറാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. മേളിൽ പോവാണോ? ആർ യു സ്കേർഡ് ഓർ യു ആർ ബ്രേവ്? ഓക്കെ, ലെറ്റ്സ് ഗോ. റോസിനെ പേടിച്ചേച്ച് വന്നില്ല. കിടി വീയല്ലേ? അപ്പം ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസിൽ നിന്നുള്ളൊരു വ്യൂ. അപ്പം എല്ലാവരും വരുമ്പോൾ ഇതും കൂടെ വിസിറ്റ് ചെയ്യുക. ലൈറ്റ് ഹൗസിൽ കയറാൻ ശ്രമിക്കുക. ഗ്രേറ്റ് ഓഷ്യൻ റോഡ് എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ അടിപൊളി ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണിത്. ഇത് ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ ഗ്രേറ്റ് ഓഷ്യൻ റോഡിൽ എത്തിയിരിക്കുന്നു. ഓസ്ട്രേലിയ വന്ന മുതലുള്ള കാലം പറയുന്നതാണ് ഗ്രേറ്റ് ഓഷ്യൻ റോഡിൽ പോകണമെന്ന്. അങ്ങനെ അവസാനം ഇവിടെ എത്തി. അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ്. നല്ലൊരു വെള്ളച്ചാട്ടം കാണാനുള്ള പ്രതീക്ഷയിൽ അങ്ങോട്ട് പോകാം. കുഴപ്പമില്ല, സമ്മർ ആഴ്ചയും നല്ല അടിപൊളി സൂപ്പർ വാട്ടർഫോളാണ്. അത് തകർത്ത് കളഞ്ഞു.
അപ്പോൾ ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ പ്രയോജനമുണ്ട്. ഞങ്ങൾ ലഞ്ച് എത്ര മണിക്ക്? 3 മണിയായി. അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് സ്പോട്ടിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ്, ഹെലറ്റ് റിവർ. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ അക്കോമഡേഷനിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 5 മണി കഴിഞ്ഞു. സാധനം കിട്ടി. അപ്പോൾ നമ്മൾ അപ്പോളോ ബേയിലാണ് അക്കോമഡേഷൻ എടുത്തേക്കുന്നത്. അവിടെ കുറേ നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, കിഡ്സിനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് റൂമിലോട്ട് പോവാം. റൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വാഷിംഗ് മെഷീൻ കാണിച്ചത് അവൻ. ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജിൽ ഓപ്പൺ ദ ഡോർ ഫോർ എ കൂൾ സർപ്രൈസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഓ 5 പേർക്ക് 5 എണ്ണം കിട്ടി. പിന്നെ നാളെ പെപ്പറും സോൾട്ടും ടീ ബാഗ്. ഓക്കെ. എ സി ഈ റൂമിലുണ്ട്. സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് എല്ലാവരും. അഭിന്തി ഓക്കെ. ഇപ്പോൾ സ്വിമ്മിംഗ് പൂള്, കിഡ്സിന്റെ ഒരുപാട് ആക്ടിവിറ്റി, എല്ലാ പരിപാടികളും ഉണ്ട് ഇവിടെ. നല്ലൊരു അക്കോമഡേഷൻ ആണ്. അപ്പം ഇനി സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാം. റൊസീന റെഡിയായി വന്നിട്ടുണ്ട്. വെന്തിക്കടല്, നല്ല സൂപ്പർ അക്കോമഡേഷൻ. അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യൽ എന്നാണ്? ചിക്കൻ ബാർബിക്യൂ. ചിക്കൻ ബാർബിക്യൂ. എഗ് ഓംലെറ്റ്. അതെ. ചിക്കൻ കട്ട് ചെയ്ത് സഹായിച്ച ജോയിലിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അത് ജ്യൂസർ വാങ്ങിച്ച മിക്സി ആയിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. ജ്യൂസർ മാത്രമേ നമ്മളെ ഉള്ളൂ, ബാക്കിയല്ലേ ഇവരുടെയാണ് സാധനങ്ങൾ നമ്മൾ. അതെ എല്ലാം ഉണ്ടായിരുന്നു അല്ലേ? അല്ല, നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഫുഡിനുള്ളത്. ഷെഫിന്റെ വക ആരാധകരാണെങ്കിൽ മുട്ടയ്ക്ക് ഓംലെറ്റിന് വേണ്ടി കാത്തിരിക്കും. ആദ്യത്തെ മുട്ട നമുക്ക് കിട്ടി. മുറിഞ്ഞു പോയോ? ഞാൻ ആദ്യമായിട്ടാണ് രാത്രി ഇങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കി തരുന്നത് കഴിക്കുന്നത്. കുറച്ചും കൂടെ ഉപ്പാണ്. ഞാൻ ഉപ്പ് കുറച്ച് ഉപയോഗിക്കട്ടെ. അപ്പൊ നമുക്ക് ഹുമൂസ്, മിന്റ് ചട്നി, പിന്നെ കുറച്ച് ഒലീവ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് ഗ്രില്ല് ചെയ്ത ചിക്കന്, കുപ്പൂസ് എല്ലാം കൂടെ ഒരു പിടുത്തം. അബിക്ക് വേണ്ട, അബി മുട്ട കഴിച്ച് റെസ്റ്റില്ല. സൂപ്പർ.